ഹായ്. കാന്ത റിട്ടൺ ഡയറക്ടഡ് ബൈ സെൽവമണി സെൽവരാജ്. ഈ പടത്തില് സമുദ്രക്കനിയുടെ കഥാപാത്രം ദുൽഖറിന്റെ ക്യാരക്ടറിനോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. നിന്റെ സിനിമ കാണുന്ന ഓഡിയൻസ് ഒരു 50 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇല്ലാണ്ടാവും, പക്ഷെ നിന്റെ സിനിമ ഒരു 100 വർഷം കഴിഞ്ഞാലും ഉണ്ടാകും. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് കാന്ത എന്ന് പറഞ്ഞ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈ പടത്തിലെ ടോട്ടൽ കോൺസെപ്റ്റ് ഈ ഒരു ഡയലോഗിലേക്ക് ചുരുക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ഇത് അങ്ങനെ ഒരു പടമാണ്. ഒരു 50 വർഷം കഴിഞ്ഞാലും ഈ പടം ഇതേപോലെ തന്നെ ഉണ്ടാകും. ലൈക്ക് നമ്മൾ ഈ വെസ് ആൻഡേഴ്സിന്റെ പടം എല്ലാം കാണൂല്ലേ, ആ ഒരു ഫീലില് വളരെ ക്ലാസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള പടമാണ് ഇത്. വലിയ മാസ് ആക്ഷൻ പടം അല്ലെങ്കിൽ വലിയ സ്കെയിലുള്ള പടമാണ്, പക്ഷെ അതങ്ങനെ ഒരു നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള പാൻ ഇന്ത്യൻ അങ്ങനെ വലിയ ഹെവി പടമൊന്നുമല്ല. പക്ഷെ വളരെ ക്ലാസ് ആയിട്ടുള്ള പടത്തിന്റെ സ്കെയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സിനിമ തന്നെയാണ്. ഡ്യൂറേഷനിലും വലിയ പടം തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ 50 മിനിറ്റ് ഈ പടമുണ്ട്. പക്ഷെ നമുക്ക് എവിടെയും അങ്ങനെ ഒരു വലിയ ബോറടി ഫീൽ ചെയ്യില്ല. എന്ന് വെച്ചാൽ പടത്തിന്റെ കഥ പറയുന്ന രീതിയൊക്കെ വളരെ സ്ലോ പേസ് ആണ്. മെല്ലെ കഥ പറഞ്ഞു പോകുന്ന ഒരു എന്താണ് വളരെ, അതായത് നമ്മൾ എന്താണ് ഈ സിനിമയുടെ മൂഡ് കറക്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ബോറടിക്കുമായിരിക്കും. എനിക്ക് ബോറടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ പടത്തിന്റെ മൂഡ് മനസ്സിലാവാതെ ഇങ്ങനെ കയറി കണ്ടു കഴിഞ്ഞാലില്ലേ, ഈ പടം ചില ആൾക്കാർക്ക് ബോറായി തോന്നും. മീൻസ് ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഈ കുറെ സ്കൂൾ കുട്ടികളും കോളേജ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഭയങ്കര കമന്റടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവർക്ക് അതിന്റെ മൂഡ് മനസ്സിലായില്ല. ഒന്നാമത് വളരെ തീരെ ഒന്നും വളരെ ലോ ക്ലാസ് ഓഡിയൻസ് ആണ്, അപ്പൊ അവർക്ക് പെട്ടെന്ന് കണക്ട് ആവില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം സിനിമ എല്ലാം കണ്ട് പരിചയമുള്ള ഒരാൾ ഈ പടം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ശരിക്കും ഈ പടത്തിന്റെ ഒരു മൂഡ് കിട്ടിക്കഴിഞ്ഞാലില്ലേ, നമ്മൾ കുത്തിയിരുന്ന് കാണും. ആ ഒരു ഫീലിൽ കാണാൻ വേണ്ടി പറ്റിയ, ശരിക്കും പറഞ്ഞാൽ ഈ സിനിഫൈൽസിന് പറ്റിയ പടമാണിത്. ഒരു ഗംഭീരമായിട്ടുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ശരിക്കും ഈ പടം ഇഷ്ടപ്പെട്ടു. ദുൽഖറിന്റെ ഒരു ആക്ടിങ് സ്കെയിലിൽ നോക്കി കഴിഞ്ഞാൽ ചെങ്ങായി ഞെട്ടിച്ചു. ഈ പടത്തിന്റെ ഒരു 90% നമ്മൾ കാണുന്നത് ദുൽഖറിനെ തന്നെയാണ്. പക്ഷെ ദുൽഖറിന്റെ ഒരു ഗ്രോത്ത് കാണുമ്പോഴത്തേക്കുണ്ടല്ലോ അടിപൊളിയായി തോന്നും. മീൻസ് നമ്മൾ ഈ സെക്കൻഡ് ഷോ മുതൽ ഇയാളെ ഇങ്ങനെ കണ്ടിട്ട് കാന്തയിലെത്തിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ദുൽഖർ ഒരു ഹെവി ആയിട്ടുണ്ട്. മീൻസ് നല്ല ഗ്രോത്ത് ഉണ്ട്. കിടിലായിട്ടുള്ള അഭിനയമായിരുന്നു ദുൽഖറിൻ്റെത്. പിന്നെ സൗണ്ട് മോഡുലേഷൻ, രണ്ട് രീതിയിലാണ് ഈ പടം പോകുന്നത്. എന്ന് വെച്ചാൽ സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. അപ്പൊ പണ്ടത്തെ 1950s സിനിമയിലെ അഭിനേതാക്കൾ എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതും കാണിക്കണം. അന്നത്തെ നോർമൽ ബീയിങ്സിന്റെ, അതായത് സാധാരണ മനുഷ്യന്മാർ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതും ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇയാളുടെ പല റേഞ്ചിലുള്ള അഭിനയങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ദുൽഖർ ഹെവി ആയിരുന്നു. ദുൽഖറിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ സമുദ്രക്കനി അവതരിപ്പിച്ചിട്ടുള്ള ആ ഡയറക്ടറുടെ കഥാപാത്രവും കിടിലമായിരുന്നു. നമുക്ക് ചില സ്ഥലത്തെല്ലാം ഈ ഇരുവർ സിനിമയില്ലേ, ഇരുവറിൽ ഈ പ്രകാശ് രാജിന്റെയും ലാലേട്ടന്റെയും കഥാപാത്രങ്ങളുടെ ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരു ഡയറക്ടർ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് ആക്ടറാക്കി ഒരു സൂപ്പർ സ്റ്റാർ ആക്കി കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവർ തമ്മിലുണ്ടാകുന്ന കോൺഫ്ലിക്റ്റ്, അതെല്ലാം പ്രിഡിക്റ്റബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ചെയ്തു വെച്ചിട്ടുള്ള രീതി ഉണ്ടല്ലോ, ഹെവി ആയിരുന്നു. എനിക്കിത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്കിതിൽ അടിപൊളിയായി തോന്നിയ വേറൊരു പെർഫോമൻസ് ദുൽഖറിന്റെ, അതായത് മഹാദേവൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അന്നത്തെ സൂപ്പർ സ്റ്റാർ. പഴയ കാലത്തെ സിനിമ കേട്ടോ, ഇത് 1950 സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ട്രസിന്റെ, ഗായത്രി എന്ന് മറ്റാണ് അവരുടെ പേര്. വളരെ പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രം. പവർ എന്ന് വെച്ചാൽ ഇവർ സൈസിലൊന്നുമല്ല, ആള് ചെറിയ മനുഷ്യനാണ്. അതായത് ഈ സമുദ്രക്കനി, അതുപോലെ തന്നെ റാണ ദഗുബട്ടി, ദുൽഖറിന്റെ എല്ലാം ഹൈറ്റും വെയിറ്റിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗായത്രി ചെറിയ മനുഷ്യനാണ്. പക്ഷെ അവരുടെ സ്ക്രീൻ പ്രസൻസിൽ തന്നെ നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യും. അവരുടെ നോട്ടം, അവരുടെ സൈലൻസ്, അവർ വെറുതെ ഒന്ന് സ്ക്രീനിൽ നിന്നാൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും ആ പവർ. അത്രയും പവറാണ്. ഒരു നോട്ടത്തിൽ തന്നെ അവർ ആ ഒരു പവർ അങ്ങ് കൺവേ ചെയ്യുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള കഥാപാത്രമായിരുന്നു. അധികം ഡയലോഗ്സും ഇല്ല ആൾക്ക്, അധികം ഡയലോഗും ഇല്ല, വളരെ കുറച്ചേ സ്ക്രീൻ സ്പേസ് ഉള്ളൂ. പക്ഷെ വരുന്ന സമയത്തെല്ലാം ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ആ ഒരു പവർ ഫീൽ ചെയ്യും. ആ ഒരു കഥാപാത്രത്തിന്റെ മേക്കിങ്ങും അത് അവതരിപ്പിച്ചിട്ടുള്ള രീതിയും അടിപൊളിയായിരുന്നു. വേറൊന്നും എനിക്ക് എടുത്തു പറയാൻ വേണ്ടി തോന്നിയത്, ഈ പടത്തില് സിനിമയിലെ ഹീറോയിൻ ആയിട്ട് വരുന്ന ഒരു ആളുടെ, ഭാഗ്യശ്രീ എന്ന മറ്റാണ് ആക്ട്രസിന്റെ പേര്. ആ കഥാപാത്രം ചില സ്ഥലത്തെല്ലാം വല്ലാണ്ട് ഒരു ക്രിഞ്ചായി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷമാണ് നമ്മുടെ റാണയുടെ ക്യാരക്ടർ കയറി വരുന്നത്. ഒരു പോലീസുകാരനാണ്. അത് വേറെ തന്നെ ഒരു സ്കെയിലിൽ പോകുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ. അതായത് ഈ സമുദ്രക്കനി, ദുൽഖർ, പിന്നെ ഈ സിനിമ ടീമിനെ സംബന്ധിച്ച് അവര് കുറച്ച് നമുക്ക് സ്റ്റാർട്ടിങ് മുതലേ ഇവർ തമ്മിൽ എന്തൊക്കെയോ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നും എന്തോ ഒരു കാര്യം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇന്റർവ്യൂവിന് ശേഷം വരുമ്പോഴത്തേക്ക്
വരുമ്പോഴത്തേക്ക് റാണയുടെ ക്യാരക്ടർ വേറെ തന്നെ ഒരു മൂഡിലാണ് ആ ഒരു കഥാപാത്രം ബിഹേവ് ചെയ്യുന്നതും അയാളുടെ മൊത്തത്തിലുള്ള ഒരു അപ്പിയറൻസും കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ്. ഈ നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമയിലെല്ലാം കണ്ടിട്ടുള്ള ചില പോലീസ് കഥാപാത്രങ്ങളുമായിട്ട് എന്തൊക്കെയോ ചില സാമ്യങ്ങളെല്ലാം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കഥാപാത്രത്തിന്റെ ഈ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അയാളുടെ ഒരു സ്റ്റൈൽ ആണെങ്കിലും ഒക്കെ വേറെ തന്നെ രീതിയിലാണ് പോകുന്നത്. മീൻസ് ഒരു പാരൽ വേൾഡിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നമുക്ക് ബോറായി തോന്നുകയില്ല. വളരെ രസമായിട്ട് തന്നെ റാണ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പോലീസ് കഥാപാത്രങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പിന്നെ ഈ ഗായത്രി എന്ന് പറഞ്ഞ ക്യാരക്ടറല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, അവരുടെ അച്ഛനായിട്ട് അഭിനയിച്ച ആളും നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വല്ലാണ്ട് ബോറായി തോന്നിയ ഒന്ന് ഈ നായിക, അതായത് ഈ ഭാഗ്യശ്രീയുടെ കഥാപാത്രം. പിന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു ചങ്ങായി ഉണ്ട്, ആള് നല്ല വെറുപ്പിക്കലായിരുന്നു. ഒരു ബാബു എന്ന് പറഞ്ഞിട്ടാണ് ആ ക്യാരക്ടറിന്റെ പേര്. അയാള് എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ ഈ ബേസിൽ ജോസഫിന്റെ കഥാപാത്രം ഇല്ലേ, അസിസ്റ്റന്റ് ഡയറക്ടർ, അതുപോലെ തന്നെയായിരുന്നു. ഒരു ഒരു വൃത്തികെട്ട ക്യാരക്ടർ, നമുക്ക് കാണുമ്പോൾ തന്നെ എന്ന് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. പിന്നെ തമിഴ് പടം ആയതുകൊണ്ട് നമുക്ക് ചില കഥാപാത്രങ്ങൾ അങ്ങനെ ഉണ്ടാവല്ലോ, കുറച്ചൊരു ഓവർ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ. പിന്നെ ഒരാളുണ്ട് കേട്ടോ, നമ്മുടെ കൊച്ചി രാജാവ് സിനിമയിൽ ഹരിശ്രീ അശോകൻ അച്ഛനായിട്ട് വിളിച്ചുകൊണ്ടുപോകില്ലേ, എങ്കപ്പ റിച്ചർഡാന്നായിട്ട്, ആ ചെക്ക ഈ പടത്തിലുണ്ട് കേട്ടോ. ഒരു കാർ ഡ്രൈവർ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അയാളുടെ അഭിനയവും നല്ല സബ്റ്റിലായിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാനി സാഞ്ചസ് ആണ് പടത്തിന്റെ ക്യാമറ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് പഴയ കാലത്ത് 1950-60 സിനിമയുടെ ആസ്പെക്ട് റേഷ്യോ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഈ ഫോണിന്റെ സ്ക്രീനിൽ നമ്മൾ ഈ ചെറിയ ഇതിൽ കാണൂല്ലേ, 16:9 കുറച്ചുകൂടി ചെറിയ റേഷ്യോയിൽ കാണൂല്ലേ, ആ റേഷ്യോയിലും പടം വരുന്നുണ്ട്, വലിയ വൈഡിലേക്കും വരുന്നുണ്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദി സീനും ഈ സ്റ്റുഡിയോയുടെ അകത്തുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. പണ്ട് അങ്ങനെയാണല്ലോ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ഈ സിനിമ എടുത്തു വെക്കുമ്പോഴും പിന്നെ അങ്ങനെ തന്നെ അവർക്ക് ചെയ്യാൻ വഴിയുള്ളൂ. കാരണം ഇത് ഔട്ട്ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു 70 വർഷത്തെ ഡിഫറൻസ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ സ്റ്റുഡിയോ, അതിന്റെ ലൈറ്റ്, അതിന്റെ VFX കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ്, ആന്റണിയാണ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ആ സ്റ്റുഡിയോയുടെ ഒരു മാനേജർ സംസാരിക്കുന്ന ഒരു സീനുണ്ട്, അവിടെ എഡിറ്റിംഗ് നല്ല കിടിലായിരുന്നു. നമുക്ക് ഒട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു കട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് നൈസായിരുന്നു. പിന്നെ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ചാനു ചാന്ദ്രാണ് പടത്തിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നൈസ് ഒരു പാട്ടുണ്ട് ഇതില്, ദുൽഖറും നായികയും തമ്മിലുള്ള ഒരു പാട്ടുണ്ട്. പിന്നെ വേറെ 1-2 പാട്ടുകൾ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ പാട്ട് അധികം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം സിനിമയുടെ ഒരു മൂഡ് പിടിച്ചു പോകുന്നത് കൊണ്ടില്ലേ, നമുക്ക് പാട്ട് അധികം അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജെയ്ക്സ് ബിജോയ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഹെവി ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ്, അതായത് പഴയ കാലത്തെ കോസ്റ്റ്യൂംസ്, പിന്നെ ഈ ബാക്കിയുള്ള പ്രോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, പിന്നെ വണ്ടികളെല്ലാം പണ്ടത്തെ അതേ സാധനം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മേക്കിംഗ് വേസ് ഒരു കിഡിലും പടമാണിത്. പക്ഷെ തിയേറ്ററിൽ പോയിട്ട് നോക്കി അങ്ങനെ ആ സിനിമയൊന്നുമല്ല. കുത്തിയിരുന്ന് സിനിമയുടെ മൂഡ് മനസ്സിലാക്കി മെല്ലെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പറ്റുമെങ്കിൽ ഈ ജെൻസിയും അവരൊന്നും ഇല്ലാത്ത, ഈ കോളേജ് പിള്ളേരൊന്നും ഇല്ലാത്തൊരു തിയേറ്റർ പിടിച്ച് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കുറേ ഈ കുട്ടികൾ, സ്കൂൾ പിള്ളേരും തീരെ വിവരമില്ലാത്ത നോൺസെൻസ് ഓഡിയൻസിലും വന്നു കഴിഞ്ഞാലില്ല, എന്നാൽ അവരിങ്ങനെ ഓരോ കമന്റും കാര്യങ്ങളെല്ലാം അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വെറുപ്പിക്കലായി തോന്നുന്നത്. പിന്നെ നമ്മൾ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരിക്കേണ്ടി വരും. എനിക്ക് ഇന്നലെ അതേപോലെ ഫീൽ ചെയ്തത്, നമുക്കിങ്ങനെ ചൊറിഞ്ഞു വരും. സോ അധികം ആരും പോവാത്തൊരു തിയേറ്ററിൽ, പറ്റുമെങ്കിൽ ഒരു തിയേറ്ററിൽ ആരും പോകുന്ന തിയേറ്ററിൽ ഒരു 15 ടിക്കറ്റ് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത്. സമാധാനമായിട്ട് കാണുക. ഓക്കെ, പ്രത്യേകിച്ച് സിനിമ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ സമാധാനമായിട്ട് മെല്ലെ ഇരുന്ന് കാണുക. നല്ല നൈസ് പടമാണ്. ഇതൊരു ദുൽഖറിന്റെ കരിയറിലെ ഒരു പറയത്തക്ക, അതായത് നമ്മൾ പറയില്ലേ, അതായത് ഒരാളുടെ ഒരു ആക്ടറിന്റെ കരിയറിലെ എന്താണ് നോട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയില്ലേ, അതുപോലെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കിടിലം പടം. ഇതിനു വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും ഇല്ലേ, വർത്താണ്. ഒരിക്കലും ഇത് വേസ്റ്റ് ആയി പോയില്ല. ക്ലാസ് പടം, എനിക്കിഷ്ടപ്പെട്ടു. കിടിലം.